നമുക്ക് അള്ളാഹു തന്ന നിഅമത്തുകള് അത് നമ്മളെ ജീവിതത്തിൽ എണ്ണിയാൽ ഒടുക്കം കിട്ടൂല. ഇക്കഴിഞ്ഞ ദിവസം 3 ദിവസങ്ങൾക്ക് 4 ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നിരുന്നു. ജുമുഅക്ക് ശേഷം കുറെ കരഞ്ഞു അവൻ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ? ഓൻ പറഞ്ഞു എന്റെ കല്യാണമായിരുന്നു കഴിഞ്ഞ 2 ആഴ്ച മുൻപ്. കല്യാണം കഴിഞ്ഞു, ഞാനും എന്റെ അനിയനും മാത്രമേ ഉള്ളൂ. പ്രസവിച്ച് കുറച്ച് കാലം കഴിഞ്ഞ് അനിയനെ പ്രസവിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോ ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്ന് ഉമ്മ ഞങ്ങളെ വിട്ടുപോയതാ. പിന്നെ ഉപ്പയും അമ്മായിമാരും ഒക്കെ ഞങ്ങളെ നോക്കി. ഏകദേശം കൊറോണ കഴിഞ്ഞൊരു കൊല്ലത്തിന്റെ ഇടക്ക് വാപ്പയും പോയി. എന്റെ കല്യാണമായിരുന്നു 2 ആഴ്ച മുൻപ്. ഞാൻ ആ കല്യാണത്തിന് വിട്ടുനിറങ്ങുമ്പോ എനിക്കെന്റെ നെഞ്ചു പടയാൻ തുടങ്ങി. ഞാൻ എന്റെ പെണ്ണിനെയും കുട്ടി തിരിച്ചു വന്നപ്പോ ഒന്ന് കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകാൻ എനിക്ക് ഉമ്മല്ല, എനിക്കൊരു പെങ്ങളുമില്ല. അവസാനം വീട്ടിക്ക് വന്നവരൊക്കെ സലാം യാത്ര പറഞ്ഞു പോയപ്പോ ഇന്നേക്ക് 2 ആഴ്ചയായി. ഒരാഴ്ച കുടുംബക്കാരൊക്കെ വീട്ടിൽ നിന്നു. ഇപ്പൊ ഞാനും എന്റെ അനിയനും എന്റെ പെണ്ണുമാ മാത്രമുള്ളത്. പക്ഷെ എനിക്ക് എന്റെ വീട് ഇത്രത്തോളം വേദന നൽകുന്ന ഒരു സ്ഥലമായി മാറുന്നത് ഞാൻ ഇപ്പോഴാ അറിയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ വാപ്പയമ്മയൊക്കെ ഒരു വലിയ നിഅമത്താ. നമുക്കൊരാളുണ്ടാവുക, കയറി ചെല്ലുമ്പോ ഒന്ന് സലാം പറയാണ്ടാവുക, ഇഞ്ഞെപ്പളാ മോനെ വന്നോന്ന് ചോദിക്കാൻ ഒരാളുണ്ടാവുക, സൂക്ഷിച്ചു പോണട്ടോ ഇനി ദ്വാരിക്കണട്ടോ എന്ന് പറയാൻ ഒരു ഉമ്മയും വാപ്പയും ഉണ്ടാവുക, കയറി വരുമ്പോ ഒന്ന് കൈ പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു പെങ്ങളുണ്ടാവുക, കല്യാണ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നടക്കാൻ ഒരു ഏട്ടൻ ഉണ്ടാവുക. ഇതൊക്കെ നിയമത്താ.